ആദരണീയനായ അധ്യക്ഷൻ, അതുപോലെ വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഏറ്റവും ആരാധ്യനായ ശ്രീ മുരളീധരൻ മാസ്റ്റർ, ശ്രീ സന്ദീപ് കാളത്തിമേക്കാടിൻ്റെ അച്ഛനും അമ്മയും സഹോദരനും, പിന്നെ സദസ്സിലുള്ള എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ശ്രീമതി ക്ഷമാരാജ ഇവിടെ അശ്വിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അവസാനിപ്പിച്ചത്, എൻ്റെ അന്നം കഥകളിയിൽ നിന്ന് തന്നെ ആയിരിക്കണം. ഇതൊരു കലാകാരൻ ഏറ്റെടുക്കുന്ന ഏറ്റവും ശക്തമായ ഒരു വെല്ലുവിളിയാണ്. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം താൻ നിൽക്കുന്ന തറയുടെ ആ ബലം, അതുപോലെ തറയുടെ ബലം മാത്രമല്ല തൻ്റെ കാലിൻ്റെ ചവിട്ടിൻ്റെ ഉറപ്പും, അത് ആ വാക്കുകളിൽ നിന്ന് നമുക്ക് പ്രകടമാണ്. അത് ഇന്ന് ഇങ്ങനെ തന്നെ ഒരു വേദിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. കാരണം ഇന്നത്തെ വേദി ഇവിടെ പറയുകയുണ്ടായി, രാവിലെ മുതൽ ദിവസാറ് പറഞ്ഞു, രാവിലെ മുതൽ കലയുടെ ഒരു നിർഭരതയായിരുന്നു. കലാകാരന്മാരും കലാസ്നേഹികളും ഒരു ദിവസം മുഴുവനും സമർപ്പിച്ചുകൊണ്ട് കലയെ ഉപാസിക്കുകയും കലയെ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഈ ഒരു വേദി. അവിടെയാണ് ശ്രീ സന്ദീപ് കാളത്തിമേക്കാടിൻ്റെ അനുസ്മരണം നടക്കുന്നത്. ഇതിലും അപ്പുറം മറ്റൊരു വേദി കിട്ടാനില്ല എന്നെനിക്ക് തോന്നുന്നു. ശ്രീ സന്ദീപ് കാളത്തിമേക്കാടിനെ അനുസ്മരിക്കാൻ എനിക്ക് വളരെ വ്യക്തിപരമായി ഹൃദയബന്ധമുള്ള ഒരു വ്യക്തിയായിരുന്നു ശ്രീ സന്ദീപ് കാളത്തിമേക്കാട്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അച്ഛൻ, അമ്മ, അനുജൻ എല്ലാവരുമായിട്ട് വളരെ ഹൃദയബന്ധം നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതോടൊപ്പം തന്നെ സന്ദീപുമായിട്ട് ഒരുപാട് കൊടുക്കൽ വാങ്ങലുകൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു സാഹിത്യത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ സന്ദീപ് എന്ന് പറയുന്ന കവി, ഒരു കവിയെയാണ് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. സന്ദീപ് ഒരു കവി, ഇംഗ്ലീഷ് ഭാഷയിൽ കവിത എഴുതുന്ന നമ്മുടെ നാട്ടിൻ പുറത്തു നിന്നുള്ള ഒരു കവി. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനം, ഷിയർ ഇക്കോസ് ഓഫ് ടൈം, കാലത്തിൻ്റെ കേവലമായ പ്രതിധ്വനി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൻ്റെ പ്രസാധനം, അതുമായി ബന്ധപ്പെട്ടാണ് ശ്രീ സന്ദീപ് കാളത്തിമേക്കാടിനെ ആദ്യമായിട്ട് പരിചയപ്പെട്ടത്. തുടർന്ന് അദ്ദേഹത്തിലേക്ക് കടന്നു ചെന്നപ്പോഴാണ് മനസ്സിലായത്, കവിത മാത്രമല്ല, അദ്ദേഹം സംഗീതത്തിലൂടെ തൻ്റെ വഴി നടക്കുന്നു, ചിത്രകലയിലൂടെ നടക്കുന്നു, കഥകളി സംഗീതം, കർണാട്ടിക് സംഗീതം, ഹിന്ദുസ്ഥാനി സംഗീതം, ഇങ്ങനെ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ വളരെ വിശാലമായ പല വഴികൾ ഒരൊറ്റ ജീവിതം കൊണ്ട് ഇങ്ങനെ വെട്ടിത്തുറന്ന് ഇട്ടിരിക്കുന്നു. ഏത് വഴിയിലൂടെ എപ്പോൾ അദ്ദേഹം നടക്കുന്നു എന്ന് നമുക്ക് പറയാനാവുന്നില്ല. ഒരുപക്ഷെ നമ്മൾ പണ്ട് വിവേകാനന്ദ സ്വാമിയെക്കുറിച്ചൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, നിമിഷം ജ്വലിതം ശ്രേയ.
അധികകാലം ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നതിനല്ല, താൻ ജീവിച്ച കാലം എത്ര ഹ്രസ്വമാണെങ്കിലും ആ ജീവിച്ച കാലം കൊണ്ട് എത്ര പ്രകാശത്തെ ഈ മണ്ണിന് പകരാൻ ഒരു വ്യക്തിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു ജീവിതത്തിൻ്റെ പ്രസക്തി. ശ്രീ സന്ദീപ് കാളത്തിമേക്കാട് ജീവിച്ചിരുന്നത്, അല്ലെങ്കിൽ ഈ ലോകത്ത് തൻ്റെ കലയുടെ പ്രവർത്തനങ്ങളെ അദ്ദേഹം സമ്മാനിച്ചത്, പകർന്ന് ആടിയത് 39 വർഷം. 39 വർഷം കൊണ്ട് തന്നെ ഒരുപാട് കലയുടെ അംശങ്ങളെ അദ്ദേഹം പിന്തുടരുക മാത്രമല്ല ചെയ്തത്, അതേസമയം തന്നെ അതെല്ലാം ഈ ലോകത്തിലേക്ക് പകരുന്നതിന് വേണ്ടിയിട്ട് അനുസ്യൂതം അശ്രാന്തമായി അദ്ദേഹം പരിശ്രമിക്കുകയും ചെയ്തു. മാത്രമല്ല, ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ അശ്വിനെക്കുറിച്ച് പറയുകയുണ്ടായി. അശ്വിൻ കലയെ പിന്തുടരുന്നതോടൊപ്പം തന്നെ തൻ്റെ മറ്റൊരു വഴിയെയും അദ്ദേഹം പിന്തുടരുന്നു എന്നുള്ളത്. ഈ ഒരു അത്ഭുതമാണ് നമുക്ക് ശ്രീ സന്ദീപ് കാളത്തിമേക്കാട്ടിൽ കണ്ടെത്താൻ കഴിയുന്നത്. അദ്ദേഹം ഒരു സാധാരണ സ്കൂളിൽ കോഴിക്കോട് നിന്ന് പഠിച്ചു വരികയും ദേവഗിരി കോളേജിൽ നിന്ന് BSc എടുക്കുകയും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSc ഫിസിക്സ് പഠിച്ച് പാസ്സാവുകയും പിന്നെ ശാസ്ത്രത്തിൻ്റെ വഴികളിലൂടെ അദ്ദേഹം സഞ്ചരിച്ച് ലണ്ടനിൽ നിന്നും ജർമ്മനിയിൽ നിന്നും എല്ലാം വീണ്ടും ബിരുദാനന്തര ബിരുദങ്ങൾ സമ്പാദിക്കുകയും IIT-യിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ അദ്ദേഹം ഗവേഷകനായി പ്രവൃത്തിയെടുക്കുകയും ഇങ്ങനെ ശാസ്ത്രത്തിൻ്റെ അതിസൂക്ഷ്മമായ തലങ്ങളിലൂടെ ഒരു വ്യക്തി സഞ്ചരിക്കുകയും, ശാസ്ത്രം നമുക്കറിയാവുന്നതാണ്, ഒരു ബുദ്ധിയുടെ മണ്ഡലത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒന്നാണ് ശാസ്ത്രം. അതോടൊപ്പം തന്നെ തൻ്റെ ഹൃദയസംബന്ധിയായ വൈകാരികതയുടെ തലങ്ങൾക്ക് സഞ്ചരിക്കാൻ, അനുഭൂതിയുടെ തലങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന കലയുടെ വൈവിധ്യമാർന്ന വഴികളിലൂടെ ആ മനുഷ്യൻ സഞ്ചരിക്കുകയും ചെയ്തു. അത് ചെയ്യുമ്പോഴെല്ലാം വെറുതെ ഒരു ആസ്വാദകൻ എന്നുള്ള നിലയിൽ മാത്രമല്ല. ശ്രീ സന്ദീപ് കാളത്തിമേക്കാടിൻ്റെ ഫേസ്ബുക്ക് നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ എന്തോ എനിക്ക് തന്നെ, ഞാൻ ഒരു വളരെ ഞെട്ടലോടുകൂടിയായിരുന്നു ശ്രീ സന്ദീപ് കാളത്തിമേക്കാടിൻ്റെ ഒരു വിടവാങ്ങൽ അറിഞ്ഞത്. അതിന് 2 ദിവസം മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. യാത്രയെക്കുറിച്ച്, ഒരു വലിയ യാത്രയെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം യാത്രകളായിരുന്നു എന്ന് പറഞ്ഞാൽ നാം നടന്ന തലങ്ങളിലൂടെയുള്ള യാത്രകളായിരുന്നില്ല അദ്ദേഹം നടത്തിയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മോഹങ്ങളുമായിരുന്നില്ല അദ്ദേഹത്തിന്. ഒരു കലാകാരനെ തിരിച്ചറിയുക വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ചിട്ടപ്രകാരമുള്ള കലാകാരനെയാണെങ്കിൽ നമുക്ക് വളരെ ആ ചിട്ടകളിൽ കുരുത്തി വച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ സന്ദീപ് കൃത്യമായ ഒരു ചിട്ടപ്രകാരനായ കലാകാരനായിരുന്നില്ല എന്നുള്ളതാണ്. ഒരു ഇൻബോൺ, തന്നിൽ നിന്ന് തന്നെ വിടർന്ന് വികസിച്ചു വന്ന ഒരു കലാകാരനായിരുന്നു. അതുകൊണ്ട് ആ കലാകാരൻ ഒരുപക്ഷെ യാഥാർത്ഥ്യത്തിനും അതേപോലെ സങ്കല്പത്തിനും ഇടയിൽ എവിടെയൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സഞ്ചാരം എന്നെനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ കൃതി വായിക്കുമ്പോഴും അദ്ദേഹം നമ്മളിലേക്ക് വെളിവാക്കിയതെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ സന്ദീപ് മറ്റേതോ ഒരു ലോകത്തു കൂടി സഞ്ചാരിയായിരുന്നു സന്ദീപ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്രയധികം കഴിവ് നേടിയിട്ടും നമ്മൾ പണ്ട് ടാഗോറിനെ കുറിച്ചൊക്കെ
പറയാറുണ്ടല്ലോ, രവീന്ദ്രനാഥ് ടാഗോർ ഒരു വേഴ്സറ്റൈൽ ജീനിയസ് ആയിരുന്നു എന്ന്. ടാഗോർ എന്താണ് എന്ന് പറയുന്നതിനേക്കാൾ എന്തല്ല എന്ന് പറയുന്നതാണ് എളുപ്പം. അതുപോലെ തന്നെയായിരുന്നു സന്ദീപിനെ സംബന്ധിച്ചിടത്തോളം. വളരെ മനോഹരമായ ഒരു സംഗീതം ആക്കി ജീവിതത്തെ അദ്ദേഹം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഒരുപക്ഷെ ഒരുപാട് മാനസികമായ വ്യഥകളിലൂടെ നീങ്ങുമ്പോൾ മാത്രമായിരിക്കാം ഒരാൾക്ക് ഇത്രയധികം സംഗീതത്തെ, ഇത്രയധികം മധുരമായിട്ട് ജീവിതത്തെ മറ്റുള്ളവർക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ എന്നെനിക്ക് തോന്നുന്നു. പണ്ട് PB ഷെല്ലി എന്ന് പറയുന്ന ഒരു ആംഗലേയ കവി പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ, the sweetest songs that